സഞ്ജു ഒടുവിൽ പൊട്ടിത്തെറിച്ചു. സഞ്ജുവിന്റെ ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്തു. BCCക്കെതിരെയുള്ള ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. സോ ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. സഞ്ജു സാംസന്റെ റീസെന്റ് ഇന്റർവ്യൂവിൽ റാറ്റ് റേസ് എന്ന് പറയുന്ന ടീം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നിലവിലെ ഇന്ത്യൻ ടീമിലുള്ള സെലക്ഷൻ പ്രൊസീജിയറിൻ്റെ അതിഭീകരമായിട്ടുള്ള റാറ്റ് റേസിൻ്റെ ഭാഗമാകാൻ ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മത്സരങ്ങളെ ഏറ്റവും മനോഹരമായി ആസ്വദിക്കാൻ തയ്യാറാകുന്നു. ആ മത്സരങ്ങളെ എൻജോയ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സഞ്ജു ഈ ഒരു സെലക്ഷനെ അല്ലെങ്കിൽ BCC ഒക്കെ വിമർശിച്ചു എന്നുള്ള രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ അത് വളച്ചൊടിക്കപ്പെടുന്നുണ്ടെങ്കിൽ സഞ്ജു യഥാർത്ഥത്തിൽ അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഗെയിമിനെ ഞാൻ അങ്ങോട്ട് കൂടുതൽ മനസ്സിലാക്കി എൻ്റെ ഗെയിം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ ഒരു ഗെയിം എൻജോയ് ചെയ്യുന്ന സമയത്ത് ടീമിൽ സെലക്ഷൻ കിട്ടുമായിരിക്കും, ടീമിൽ സെലക്ഷൻ കിട്ടിയേ മതിയാവും. അങ്ങനെയുള്ള സ്ട്രെസ്സുകളൊക്കെ മാറ്റിവെച്ച് മത്സരത്തെ സ്നേഹിക്കുന്നു, മത്സരത്തെ ഇഷ്ടപ്പെടുന്നു, മത്സരത്തിന് വേണ്ടിയിട്ട് ഫുൾ കമ്മിറ്റഡായിട്ട് നിൽക്കുന്നു. അതാണ് പുള്ളി ഉദ്ദേശിച്ചതെന്നാണ് ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഈ റാറ്റ് റേസിനെതിരായിട്ട് സഞ്ജു സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് സഞ്ജുവിനെ നമ്മൾ കൂടുതൽ പെടുത്തേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും സഞ്ജു തന്നെ തുറന്ന് സമ്മതിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ ടീമിൻ്റെ ടാലൻറ്റ് പൂൾ അത്രമാത്രം വലുതാണ്. അതുകൊണ്ട് ഈസി അല്ല ഈ ഒരു ടീമിൽ സ്ഥാനം കിട്ടുക അല്ലെങ്കിൽ ഈ ഒരു ടീമിൻ്റെ ഭാഗമാകുക എന്നുള്ളത്. നിലവിൽ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിനെക്കുറിച്ചും ഇതുവരെ നേടിയെടുത്തിട്ടുള്ള അച്ചീവ്മെൻറ്റ്സുകളെ കുറിച്ചിട്ടും സഞ്ജു വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇന്ത്യൻ ടീമിൻ്റെ കീഴിൽ ഇതുവരെ കിട്ടിയിട്ടുള്ള അവസരങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇന്ത്യൻ ടീമിനെതിരെ സഞ്ജു സംസാരിച്ചു എന്നുള്ള ഒരു കഥയിലേക്ക് പോകേണ്ട. കാരണം ഒരിക്കലും ഈ ക്രിക്കറ്റ് ബോർഡിനെതിരെ സഞ്ജു ഒരു ബ്ലെയിം പറഞ്ഞിട്ടില്ല. സഞ്ജുവിനെ ഉൾപ്പെടുത്താതിരിക്കുമ്പോഴും സഞ്ജുവിനെ ഇങ്ങനെ അവഗണിക്കുമ്പോഴും നമ്മൾ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കും. കാരണം കണക്കുകൾ നോക്കിയാലും ഏത് തരത്തിൽ നോക്കിയാലും സഞ്ജുവിനെ അവഗണിക്കുന്നത് ഒരു പൊതു കഥയായിട്ട് വരികയാണ്. പലപ്പോഴും ചെറിയ റീലുകളാകുമ്പോൾ പലപ്പോഴും കംപ്ലീറ്റ് പറയാൻ പറ്റാത്തൊരു കാര്യം ഈ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. സഞ്ജുവിനെ അനുകൂലിച്ച് വീഡിയോസ് ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് മലയാളികൾ തന്നെയാണ്. മലയാളികൾ പറയും കൺസിസ്റ്റൻസി ഇല്ലല്ലോ സഞ്ജുവിൻ്റെ കൺസിസ്റ്റൻസിയുടെ ഏറ്റവും വലിയ പ്രശ്നം തുടരെ അവസരങ്ങൾ കിട്ടാതെ പോകുമ്പോഴാണ്. എന്നൊക്കെ സഞ്ജുവിന് കൃത്യമായി തുടരെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? മാച്ച് വിന്നിങ് ഇന്നിങ്സുകൾ സഞ്ജു ഡെലിവറി ചെയ്തിട്ടുണ്ട്. വേൾഡ് കപ്പിൽ തന്നെ വിശ്വസിച്ച് ബാക്ക് ടു ബാക്ക് മത്സരങ്ങൾ കൊടുത്തപ്പം വേൾഡ് കപ്പിൽ ഇന്ത്യ കിരീടത്തിലേക്ക് എത്തിക്കുന്ന 3 കിടിലൻ ഇന്നിങ്സുകളാണ് സഞ്ജുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതവിടെ മാറ്റിവെച്ചു. ഇതിനു മുൻപാണെങ്കിൽ പോലും സഞ്ജുവിനെ T20യിൽ ബാക്ക് ടു ബാക്ക് ഇന്ത്യ വിശ്വസിച്ചപ്പം അത് ഗൗതം ഗംഭീറിൻ്റെ ഒരു സെൻറ്റൻസ് വലിയ രീതിയിൽ ഫേമസ് ആയിട്ടുണ്ടായിരുന്നു. 21 മത്സരങ്ങൾ നീ തുടരെടക്കായാലും നീ എൻ്റെ ടീമിലുണ്ടാവുമെന്ന് സഞ്ജുവിന് കോൺഫിഡൻസ് കൊടുത്തൊരു ഗംഭീർ ഉണ്ടായിരുന്നു. ആ ഒരു ഗംഭീറിൻ്റെ വാക്കിൽ വിശ്വസിച്ച് പ്രകടനങ്ങൾ നടത്തിയ സഞ്ജു ബാക്ക് ടു ബാക്ക് സെഞ്ചുറികൾ നേടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ സഞ്ജുവിന് യഥാർത്ഥത്തിൽ നൽകേണ്ടത് ഒരു കിടിലൻ സപ്പോർട്ടായിരുന്നു, ഒരു കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ സഞ്ജുവിന് എല്ലാ ദിവസവും ഒരു 2, 3, 4 കളികളിൽ 1 ഡിജിറ്റിൽ പോയിട്ട് ഒരു സെഞ്ചുറി നേടിയാൽ മതിയാവൂ ബ്രോ, എല്ലാ കളിയും കളിക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഇന്ത്യൻ ടീമിൽ എല്ലാ കളിയും ഈ കൺസിസ്റ്റൻസി നിലനിർത്തുന്ന ഏത് താരമാണുള്ളത്? അഭിഷേക് ശർമ്മയുടെ ട്രാക്ക് റെക്കോർഡ് നോക്ക്. ഇന്ത്യയുടെ ICCന്റെ T20 റാങ്കിങ്ങിൽ ഒരു ടോപ്പ് 10 ബാറ്റ്സ്മാൻ ആണ് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോം ടൈമിൽ കളിച്ചിട്ടുള്ള ഇന്നിങ്സുകളൊക്കെ കിടിലനാണ്. T20 വേൾഡ് കപ്പിൽ അഭിഷേക് ഫോമിലായിരുന്നു. അല്ല, 2 കിടിലൻ 50 ഒക്കെ ഉണ്ട്. പക്ഷേ അഭിഷേക് ഫോം ഔട്ട് ആയിരുന്നു. പക്ഷെ ഒരു തരത്തിലും അഭിഷേകിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ ഇന്ത്യൻ ടീം തുനിഞ്ഞതേയില്ല. പക്ഷെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. യങ് പ്ലെയർ ആണ്, സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരേണ്ടതാണ്. സിംബാബ്വെ പര്യടനം നോക്കൂ, റീസെൻ്റായിട്ട് നടന്നത്. അഭിഷേക് ഫോമിലായിരുന്നോ? അല്ല. അഭിഷേകിനെ പുറത്താക്കണമെന്നോ അഭിഷേകിനെ ഫോമിലല്ലാത്തതിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കണോ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല ഞാൻ പറയുന്നത്. പക്ഷേ പലർക്കും പല നീതി എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതി നിലവിൽ സഞ്ജുവിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിൽ വലിയ രീതിയിൽ വളർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ സഞ്ജു ഒരിക്കലും ക്രിക്കറ്റ് ബോർഡിനെ വിമർശിക്കുന്നില്ല. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻസ്, ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും സഞ്ജുവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുമോ?